ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും സംഘടനകൾക്കും ഒരുപോലെ ബാധകമായ ഒരു പൊതു നിയമമാണ് FCRA എന്ന് പറയുന്നത്. ഇതിനകത്ത് നിയമം ആർക്കൊക്കെയാണ് ബാധകമായത് എന്നിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. മതസംഘടനകൾ, അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് തുടങ്ങിയ ഏത് വിഭാഗത്തിൽപ്പെട്ട സംഘടന ആയാലും വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്നുണ്ടോ എങ്കിൽ FCRA ലൈസൻസ് നിർബന്ധമാണ്. ഇനി സന്നദ്ധ സംഘടനകൾ അഥവാ NGOs, അതിനകത്ത് ഏതൊക്കെ കാറ്റഗറി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിസ്ഥിതി, വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീക്ഷേമം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മതപരമല്ലാത്ത സംഘടനകൾക്കും ഇത് ബാധകമാണ്. അടുത്തത് വ്യക്തികൾ, ഗവേഷകർക്കോ മറ്റോ വിദേശത്ത് നിന്ന് വലിയ തുക ഗ്രാൻഡായിട്ട് ലഭിക്കുകയാണെങ്കിലും ഇതിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ടതായിട്ട് വരും. FCRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ 2026 ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റിംഗ് ഓഫ് അസറ്റ്, അതായത് ആസ്തികൾ കണ്ടുകെട്ടാനുള്ള അധികാരം. അതായത് പുതിയ ഭേദഗതിയിലെ ഏറ്റവും വിവാദപരമായ ഭാഗം ആണ് ഇത്. അതായത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഒരു സംഘടനയുടെ FCRA ലൈസൻസ് റദ്ദാക്കുകയോ കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കാതിരിക്കുകയോ ചെയ്താൽ ആ സംഘടനയുടെ ഫണ്ടുകളും ആസ്തികളും, അതായത് കെട്ടിടങ്ങൾ, ഭൂമി തുടങ്ങിയവ ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ആസ്തികൾ കണ്ടുകെട്ടാനുള്ള അധികാരം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ലൈസൻസ് തിരികെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ആസ്തികൾ സ്ഥിരമായി സർക്കാരിലേക്ക് കണ്ടുകെട്ടും. ഇത് വിൽക്കാനോ മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാനോ അധികൃതർക്ക് സാധിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഏറ്റെടുക്കൽ. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ലൈസൻസ് തിരികെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ആസ്തികൾ സ്ഥിരമായി സർക്കാരിലേക്ക് കണ്ടുകെട്ടും. അടുത്തത് ഭാഗികമായ ഫണ്ട്. ഒരു കെട്ടിടം നിർമ്മിക്കാൻ പകുതി പണം വിദേശത്ത് നിന്നും ബാക്കി പകുതി പണം നാട്ടിൽ നിന്ന് ആണെങ്കിൽ പോലും ലൈസൻസ് പോയാൽ ആ ആസ്തി പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പം ഈ 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി, അതായത് ആസ്തികൾ കണ്ടുകെട്ടാനുള്ള അധികാരം നിശ്ചയിച്ചിരിക്കുന്നത്. ഇനിയും പണ്ടൊക്കെ ആണെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റി ഇല്ലായിരുന്നു, അതായത് ഉത്തരവാദിത്തം വ്യക്തികളിലേക്ക് ചൂണ്ടുന്നുണ്ട്. സംഘടനയുടെ ഭാരവാഹികളെ, അതായത് ട്രസ്റ്റീസ്, ഡയറക്ടേഴ്സ്, പാർട്ട്നേഴ്സ് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ കീ ഫങ്ഷണറി എന്ന നിർവചനം ഇതിനകത്ത് വിപുലീകരിച്ചു. കീ ഫങ്ഷണറി നിയമസംഘടനം നടന്നാൽ സംഘടനയെ മാത്രമല്ല അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും നേരിട്ട് പ്രതിക്കൂട്ടിലാക്കാം. തനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവർ ശിക്ഷിക്കപ്പെടും. അതാണ് ഉത്തരവാദിത്തം വ്യക്തികളിലേക്ക് നീട്ടി എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് പറയാം. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ചെലവെന്ന് പറഞ്ഞിരിക്കുന്നത് വിദേശ ഫണ്ടിൻ്റെ 20% കൂടുതൽ ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് നിർബന്ധം ഉണ്ട്. ആധാർ നിർബന്ധമാണ്. രണ്ടാമത്തെ പോയിന്റ്, ഭാരവാഹികൾക്ക് ആധാർ കാർഡ് നിർബന്ധം ആണ്. നിയമലംഘനം നടന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ അന്വേഷണം തുടങ്ങാൻ പാടുള്ളൂ. സന്നദ്ധ സംഘടനകൾക്ക് കൃത്യമായ ഓഡിറ്റിങ്ങും റിപ്പോർട്ടിങ്ങും നിർബന്ധമാക്കുന്നതിലൂടെ വിദേശ പണത്തിൻ്റെ ഒഴുക്ക് പൂർണ്ണമായും നിരീക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയോ കൃത്യസമയത്ത് പുതുക്കാതിരിക്കുകയോ ചെയ്താൽ രജിസ്ട്രേഷൻ താനെ റദ്ദാകും. പിന്നീട് ആ സംഘടനയ്ക്ക് വിദേശ ഫണ്ട് ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഈ അമെൻമെൻറ്റിനകത്ത് ശിക്ഷാ കാലാവധിയിലെ മാറ്റം വന്നിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന 5 വർഷം തടവ് എന്നത് 1 വർഷമായി കുറച്ചിട്ടുണ്ട്. എന്നാൽ പിഴ അടക്കമുള്ള മറ്റ് നടപടികൾ കർശനമായി തുടരുകയും ചെയ്യും. ഇതാണ് ശിക്ഷാ കാലാവധിയിലെ മാറ്റം. 5 വർഷം തടവ് എന്നത് ഇപ്പോൾ 1 വർഷം തടവായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷെ പിഴകൾ ഓൾറെഡി പഴയതുപോലെ തന്നെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദേശത്ത് നിന്ന് സഹായം സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾ എല്ലാ വർഷവും അവരുടെ കണക്കുകൾ സർക്കാരിന് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കാൻ സാധ്യത ഉണ്ട്. ഇനി വിദേശത്ത് നിന്ന് സാധാരണയായിട്ട് ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയാത്ത ആർക്കൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, MP-മാർ, MLA-മാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമ പ്രവർത്തകർ, വാർത്താ ഏജൻസികൾ ഇവർക്കൊന്നും വിദേശ ഫണ്ട് സ്വീകരിക്കാൻ വിലക്കുണ്ട്. വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംഘടനയും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. വിദേശത്ത് നിന്നുള്ള പണം സ്വീകരിക്കുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹിയിലുള്ള പ്രധാന ബ്രാഞ്ചിൽ പ്രത്യേക അക്കൗണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതാവശ്യത്തിനാണോ ഫണ്ട് വാങ്ങിയത് അതിനുവേണ്ടി മാത്രമേ ആ പണം ചെലവഴിക്കാവൂ. പണം മറ്റാർക്കും കൈമാറാൻ അനുവാദം ഇല്ല.
കൂടാതെ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു പോയിന്റൂടെ, ലഭിക്കുന്ന തുകയുടെ 20% കൂടുതൽ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ശമ്പളം, ഓഫീസ് വാടക തുടങ്ങിയവ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഇതിൽ വ്യക്തമായി തന്നെ നിയമവ്യവസ്ഥകൾ ഉണ്ട്. വിദേശ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.